ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാർ ഈ കേരളം മുഴുവൻ വലവരിച്ചിട്ടും കിട്ടാത്ത പ്രതിയല്ലേ അവൻ. പക്ഷേ ഇവൻ എന്റെ വലയിൽ കുരുങ്ങി. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ സാറിന്റെ കേസന്വേഷണത്തില് എന്റെ ചെറിയൊരു ഹെൽപ്പ്? അപ്പോ നിനക്കിനി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാം. അതിന് നീ തയ്യാറായിക്കോ? പോവാണോ സാറേ? ഒന്നുകൂടെ തല്ലിയച്ചു പോ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം സർക്കാരിനുള്ള തിരിച്ചടിയല്ലെന്ന് മുഖ്യമന്ത്രി. തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ്. തിരുവനന്തപുരം നഗരത്തിന് ഇനി പുതിയ മേയർ. പാറമടയിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയ കേസിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 8 വർഷത്തോളമായി അനിരുദ്ധൻ എന്ന മധ്യവയസ്കനെ കാണാതായിട്ട്. ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പാറമടയിൽ നടത്തിയ എക്സ്കവേഷന് ഇടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. 37 വയസ്സുള്ള ടാക്സി ഡ്രൈവറായ സച്ചിദാനന്ദൻ എന്നയാളെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊല്ലപ്പെട്ട അനിരുദ്ധന് പ്രതിയോട് മുൻ വൈരാഗ്യമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തി വലിയ പരിശ്രമത്തിനൊടുവിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. വാർത്തകൾ തുടരും ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സാർ ഈ കേരളം മുഴുവൻ വലവരിച്ചിട്ടും കിട്ടാത്ത പ്രതിയല്ലേ അവൻ. പക്ഷേ ഇവൻ എന്റെ വലയിൽ കുരുങ്ങി. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ സാറിന്റെ കേസന്വേഷണത്തില് എന്റെ ചെറിയൊരു ഹെൽപ്പ്? അതെ അതെ, പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അതെ, അയാൾ തന്നെയാണ് കൊലപാതകം ചെയ്തെന്ന് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രതിയുടെ പേരോ സച്ചിദാനന്ദൻ. താൻ കുറച്ച് കഴിഞ്ഞ് വിളിക്ക്, നമുക്കപ്പം സംസാരിക്കാം. ഇല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് താൻ ഇങ്ങോട്ട് വാ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നോട് കാര്യങ്ങൾ പറയാം. ഓ ശരി. ഓ, പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കോളാണല്ലോ. ഇതെടുക്കാൻ എനിക്കിപ്പോ സൗകര്യമില്ല. സാർ, ഫയല്. ഹലോ മാഡം. ഞാൻ സാറിനെ ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാനാ വിളിച്ചത്. ഇത്ര എളുപ്പത്തിൽ സാർ ഇത് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഒരു കാര്യം തീരുമാനിച്ച അത് തീരുമാനിച്ച സമയത്തന്നെ നടന്നിരിക്കണം. അതാണ് എൻ്റെ ഒരു പോളിസി. ഐ ആം വെരി ഹാപ്പി. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു. ആട്ടെ, എവിടെ അവൻ? ദ ഗ്രേറ്റ് സേതുമാധവന്റെ മകൻ, എന്റെ പഴയ ഭർത്താവിന്റെ അനിയൻ. ലോക്കപ്പിലുണ്ട്. മാഡം പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അവൻ 2 കാലിൽ എണീറ്റ് നടക്കില്ല. ഇവിടെ അവൻ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി. അതിനവന്റെ പേരില് വേറൊരു കേസും കൂടെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി മാഡത്തിന് അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. ആ, അവനെ
അറസ്റ്റ് ചെയ്തതിന് ശേഷം ആരെങ്കിലും അവനെ കാണാൻ വന്നായിരുന്നോ? ഇല്ല, ഇതുവരെ ആരും വന്നിട്ടില്ല. ആര് വന്നാലും അവനെ കാണാൻ അനുവദിക്കരുത്. അവൻ ഇനി പുറം ലോകം കാണണോ വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. അത് മതി. എന്നാ പിന്നെ നാളെ തന്നെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഡോക്യുമെന്റ്സുമായിട്ട് വരാൻ ഞാൻ വക്കീലിനോട് പറയാം. ഓഹോ, ആയിക്കോട്ടെ. ഒരു കാര്യം അങ്ങ് വച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. ശരി, ഞാൻ വിളിച്ചോളാം. എനിക്ക് വേറൊരല്പം പണിയുണ്ട്. ശരി, താങ്ക് യു വെരി മച്ച്. സാർ, ഇന്നിനി ആര് വന്നാലും ആ ലോക്കപ്പിൽ കിടക്കുന്ന കാണാൻ സമ്മതിക്കരുത്. ശരി സാർ. ദേ, ഈ പാലും കൂടെ കുടിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാവർക്കും കൂടെ കിടന്നുറങ്ങാം. ഉറങ്ങാനോ? നമ്മള് ഗെയിം കളിക്കാൻ പോവാ. ഉറങ്ങാനായിരുന്നെങ്കി വീട്ടിൽ കിടന്നുറങ്ങിയാ പോരായിരുന്നു ആന്റി. നമുക്ക് ഈ ഗെയിം കളിച്ചാലോ? അയ്യോ, ഇതെന്താ ഇതെന്താ ഓജ ബോർഡോ? ഇതാരെവിടെ കൊണ്ടുവന്നേ? ഞാനാ കൊണ്ടുവന്നേ. എന്തിനാ കൊച്ചെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നേ? മനുഷ്യന്റെ സമാധാനം കളയുന്ന കാര്യങ്ങളാ ഇതൊക്കെ. എനിക്കിത് കാണുന്നത് തന്നെ പേടിയാ. എന്തിനാ പേടിക്കുന്നേ? ആന്റി, ഓജപ്പൊടി പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞങ്ങൾ പ്രേതത്തിനെ പിടിക്കാൻ പോവാ. ഈ പിള്ളേർ എന്തൊക്കെയാ പറയുന്നേ? അതെ, ഈ പാല് കുടിച്ചിട്ട് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് മടക്കി വെച്ചിട്ട് പാല് കുടിക്കു വെച്ചേ. മടക്കി വെച്ചേ. അതെ, കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ് ഇങ്ങത്താ, ഞാൻ പോട്ടെ. പ്രേതത്തെ പോലും പേടിയില്ലാത്ത സാധനങ്ങൾ അപ്പൊ ഈ കോയിൻ ഇങ്ങോട്ട് നീങ്ങും. നമുക്കിത് നോക്കിയാലോ?